നമസ്തേ. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ക്ഷേത്ര ദർശനത്തിന് കുട്ടികളുമായി വന്നു കഴിഞ്ഞാൽ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ മുൻവശത്തായിട്ട് നമ്മൾ നിന്ന് ദേവനെയോ ദേവിയോ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കുട്ടികളെ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്തിരിക്കുന്ന വിഗ്രഹത്തിനേക്കാൾ ഉയരത്തിൽ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ആ ഒരു സന്ദർഭം നമ്മൾക്ക് പല ക്ഷേത്രങ്ങളിലും നമ്മളും ക്ഷേത്ര ദർശനങ്ങളിൽ ചെല്ലുന്ന സമയത്ത് കാണാറുള്ള ഒരു കാഴ്ചയാണ്. പക്ഷേ ദേവൻ്റെയോ ദേവിയോ വിഗ്രഹത്തിനേക്കാൾ ഉയരത്തിൽ കുട്ടികളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രീതി ഒരല്പം കൈ താഴ്ത്തി അവരുടെ തലഭാഗം, അത് ശിരസ് ഭാഗം നമ്മുടെ നെഞ്ചത്തിനോട് ചേർത്ത് നിർത്തി വേണം പ്രാർത്ഥിക്കാനായിട്ട്. കാരണം ആ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ദേവനെയോ ദേവിയോക്കാൾ വലിപ്പമുള്ളവരല്ല ഇവരാരും. അപ്പം നമ്മൾ അവരുടെ മുമ്പിൽ ഇരു കൈകളോട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് താമര വിരിയുന്ന ആകൃതിയിലായിരിക്കണം കൈകൾ കൂപ്പാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഏണുഭാഗം ഒരു 35 ഡിഗ്രിയോളം ഇങ്ങനെ ചരിഞ്ഞ് നിന്ന് വേണം നമ്മൾ ശിരസ് താഴ്ത്തി പ്രാർത്ഥിക്കാനായിട്ട്. അപ്പം ഈ ഒരു ക്ഷേത്ര ദർശന രീതിയിൽ നമ്മൾ കുട്ടികളുമായി പോയി കഴിഞ്ഞാൽ കുട്ടികളെ എടുത്ത് ഈ വിഗ്രഹത്തിനേക്കാൾ ഉയരത്തിന് പിടിച്ച് നിന്ന് തൊഴുതാൽ ദേവിയുടെയോ ദേവൻ്റെയോ ചൈതന്യം നമ്മളിലേക്ക് സ്പർശിക്കുന്നത് തടസ്സമാവുകയും കൂടാതെ ഈ കുട്ടികൾക്ക് തന്നെ ശാരീരികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടാകും. അതൊരു ശാപം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ നെഗറ്റീവുകൾ ശരീരത്തിൽ ഏൽപ്പിക്കാനായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുന്നതിനാ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറി പോസിറ്റീവ് എനർജി ഉണ്ടാവാനാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് അവിടെ ഇരിക്കുന്നതിനേക്കാൾ വലിയ ആവുന്ന രീതി നമ്മൾ കാണിക്കാൻ നേരത്ത് വീണ്ടും നമ്മൾ നെഗറ്റീവായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതൊക്കെ മറ്റുള്ളവർ പ്രഭാഷണങ്ങളിലായാലും മറ്റുള്ളവരായാലും ഇതൊക്കെ പറയുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിൽ. ചില ആളുകൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം മിക്ക ക്ഷേത്രത്തിലെ ശാന്തിമാരായാലും തിരുമേനിമാരായാലും ഇതെല്ലാം പറഞ്ഞു കൊടുക്കാറുള്ളത് തന്നെയാണ്. പക്ഷേ ഇവരാരും ഇത് ചെവിക്കൊള്ളത്തേയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിലുപരി ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഈ ബലിക്കല്ലുകളുണ്ട്. ദ്വാരപാലകരായിട്ടുള്ള വ്യക്തികളുടെ ദേഹത്ത് കയറി ചവിട്ടുക, അതിൽ കയറി ആ പീഠത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളെല്ലാം കുട്ടികൾ കാണിക്കാൻ നേരത്ത് രക്ഷകർത്താക്കൾ അവർക്കൊരു പ്രോത്സാഹനമല്ല അത് ചെയ്യിപ്പിക്കേണ്ടത്. അതവരെ കൊണ്ട് തൊട്ട് ഒഴിയിക്കുക, എന്നിട്ടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുകൂടാതെ ഈ യൂറിൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്ഷേത്രാങ്കണത്തിനകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ രഹസ്യ സ്വഭാവമായിട്ട് അവരങ്ങ് പോകും. പക്ഷെ അത്തരം കാര്യങ്ങളുണ്ടായാൽ അത് അവിടുത്തെ ഭരണസമിതിയോ അറിയിച്ചാൽ അവർ മേൽശാന്തിയെ അറിയിച്ച് അതിനുള്ള പുണ്യാഹം മറ്റു കാര്യങ്ങൾ ചെയ്യും. അപ്പം ക്ഷേത്ര ദർശനത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ക്ഷേത്ര ദർശനം ചെയ്താൽ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമ്മൾ മാസത്തിൽ ഒരു ദിവസം പോയാൽ മതി. നമുക്ക് ആ ഐശ്വര്യത്തോടു കൂടി തന്നെ നമ്മൾക്ക് തിരിച്ച് നമ്മുടെ ആരൂഢങ്ങളിൽ വന്ന് കയറാം. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉണ്ടാക്കുന്നതല്ല. ഇതൊക്കെ പല സമയങ്ങളിലും സ്ഥലങ്ങളിലും നിത്യവും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പോകണമെന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോ വഴി അറിയിക്കാനായിട്ടുള്ളത്.